ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. ഷൗക്കത്താണ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ സൂലാട്ടോ. കേരള സർക്കാരിൻ്റെ അധീനതയിലുള്ള തൃശ്ശൂരിലുള്ള സൂലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ മൃഗങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറേ പക്ഷികളുണ്ട്, മുതലുണ്ട്, അങ്ങനെ എല്ലാ സാധനത്തിനും ഒന്ന് കണ്ടു പോവാച്ചിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറി വരുമ്പോൾ തന്നെ പക്ഷികളാണ്. തത്തയും അതുപോലെ തന്നെ കുയിൽ, മയിൽ, അങ്ങനെയുള്ള പക്ഷികളാണ് കേട്ടോ ഫുള്ളുള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ടിട്ട് നമ്മൾ അടുത്തൊരു ഏരിയയിലേക്കാണ് പിന്നെ പോവുക. പിന്നെ ഫുള്ള് മൃഗങ്ങളതാണ്. പരുന്താണ് കേട്ടോ ഇരിക്കുന്നത്, പരുന്തുകൾ. കൂമനുണ്ട്, പരുന്തുണ്ട്. ഇത് മുള്ളമ്പന്നിയാണ്. അതിന് മുള്ളുകൾ കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ മഴ ഉണ്ടാകുകൊണ്ട് ഭയങ്കര സ്മെല്ലാട്ടോ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ. അടിയിൽ കോൺക്രീറ്റിൻ്റെ ഭാഗമാകൊണ്ടേ ഒന്നും ഒഴിഞ്ഞു പോകാത്തതുകൊണ്ടാണ്. പിന്നെ കുറുക്കനാണ്. കുറുക്കൻ്റെ അടുത്തെത്തി നമ്മൾ. പിന്നുള്ളത് ഇതിൻ്റെ പേര് കറക്റ്റ് എന്താണെന്ന് വെച്ചാൽ മാനല്ല, അങ്ങനെ എന്തോ ആണത്. മ്ലാവ് എന്നൊക്കെ പറയും. ഇത് ഒട്ടകപക്ഷി. ഇവിടെയൊക്കെ ഇതാണ് പ്രശ്നം. മഴ കൊണ്ടിട്ട് എന്നാൽ അടിഭാഗമൊക്കെ അങ്ങനെ ചളി കെട്ടിക്കിടന്നിട്ട് ഇവരുടെ വിസർജനത്തിൻ്റെ മണമൊക്കെ ആയിട്ട് നല്ല സ്മെല്ലാണ്. ഇത് മാനാണ്. പിന്നെ യമു പറഞ്ഞ പക്ഷി ഉണ്ടല്ലോ, അത്. ഈ മ്ലാവിനെയും മാനിനൊക്കെ ഓരോ വയസ്സിനനുസരിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം വരുന്ന വഴിയിലൊക്കെ നമ്മൾ ചെറിയ മാനുകളെ കണ്ടു. ഇവിടേക്ക് എത്തിയപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ കാണ്ടാമൃഗമാണ് കേട്ടത്. കാണ്ടാമൃഗം തന്നെ ആണ്. ഹിപ്പോപ്പൊട്ടാമസോ കാണ്ടാമൃഗം അങ്ങനെ എന്തെന്ന് പറയും. ഇവിടെ രണ്ടാളൊരു വലിയൊരു തൊട്ടി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലിട്ടിട്ടുണ്ട്. അവിടെ ഒരാളെ ഒറ്റക്ക് നിർത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് മാറുന്നത്. എവിടെയും മറിയായിരിക്കൊന്നുമില്ല, കാരണം ഉരുളയല്ലേ. എന്താ തീറ്റ കൊല്ലോ നല്ല ജനേറ്റുണ്ട്. പുറങ്ങാനല്ലേ ഇതാ കിടക്കുന്നൊരു മുതല. നല്ല തെളിഞ്ഞ വെള്ളത്തിൽ കിടക്കുന്നത് ഒരു പഴയൊരു കുളമായിട്ടുള്ളൊരു ഏരിയ കേട്ടോ. ഇതെന്താ സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് പുള്ളിമാനുകൾ.
ഒക്കെ പ്ലാവിൻ്റെ ഇല കേട്ടോ തിന്നാട്ടെടുത്തിക്കണ എല്ലാറ്റിനും. ഇതിൻ്റെ ഒരു തവണയാണ് നമ്മൾ അപ്പുറത്ത് കണ്ടത്. എന്താ സാധനം എന്നുള്ളത് മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മളാൾ അവിടെ കിടക്കണമെന്ന്. ഓ വേറൊരുത്തനെ നടക്കുന്നുണ്ട്. പോരാ ആ നോലുമ്പുണ്ടില്ല കുരങ്ങിന് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടോ. അതൊക്കെ ഇവര് വന്യജീവി ഉപ്പ് ഇട്ട് കൊടുക്കുന്നതാണ്. പുറത്തുനിന്ന് ആരും ഒന്നും കൊടുക്കാൻ കഴിയില്ല. കുറേ ആൾക്കാരുണ്ട്. ഇത് കോഴിയിനത്തിൽപ്പെട്ട കുറേ എണ്ണം ഉണ്ട് കേട്ടോ ഇവിടെ. ഇനി ഇവിടുന്ന് കണ്ട് അങ്ങനത്തെ പക്ഷികളാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ കണ്ടുവരുന്ന കോഴി അതര. അങ്ങനെ നമ്മളെ സൂന്ന് ഇറങ്ങി നേരെ ഇനി വണ്ടി എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. വണ്ടി റോഡ് സൈഡിലാണ് പാർക്കിങ് നിൽക്കണേ. പഴയൊരു സെറ്റപ്പൊന്നും ഇല്ല കേട്ടോ. വലിയ മൃഗങ്ങളൊന്നും ഇല്ല കാണാൻ. അത്യാവശ്യം എന്നാലും ഉണ്ട്. വന്ന് കാണുന്നവർക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ ഏതായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.